ഹലോ നമസ്കാരം. അപ്പോൾ അതാ നമുക്ക് ഇതുപോലത്തെ കേരള സാരിക്ക് സെറ്റ് സാരിക്കൊക്കെ പറ്റുന്ന നല്ല അജ്രക്കിൽ വരുന്ന ഡിസൈനുകൾ ഇത്തവണ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽസ് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതെല്ലാം നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് സാരി ബ്ലൗസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലും പർച്ചേസ് ചെയ്യുന്നവരെല്ലാവരും സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ മാക്സി അടിച്ച് മാത്രം കൊടുക്കാതെ അവർക്ക് അതിൻ്റെ ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ട് അതുപോലെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അതൊരു സാരി ബ്ലൗസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടും. എന്തായാലും ഒരു നൈറ്റി ബിറ്റിയിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 3 ബ്ലൗസെങ്കിലും അടിച്ചെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ബ്ലൗസെങ്കിലും അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നല്ല വണ്ണം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 2 ബ്ലൗസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ലീവ്ലെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ല ക്യൂട്ടായിട്ട് നല്ല പ്രിൻറ്റിൽ അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ബ്ലൗസുകൾ അടിച്ച് കൊടുക്കാനായിട്ട് പറ്റും. നല്ല പ്രിൻറ്റുകളുമാണ്, അതുപോലെ തന്നെ നല്ല കോട്ടൺ മെറ്റീരിയലുമാണ് കേട്ടോ. അപ്പോൾ അജ്രക്കിൽ വരുന്ന ഇപ്പോൾ നമ്മൾ മാക്സി അടിക്കുന്നതിന് പകരം നമ്മൾ അതൊരു ബ്ലൗസിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റുകാർക്കൊക്കെ കുറച്ചുകൂടി പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. സാരി ബ്ലൗസിനൊക്കെ നല്ല റേറ്റ് വാങ്ങാവുന്ന ഒരു കാര്യമാണ്. ടൗണിലൊക്കെ കൊണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽവക്കത്തൊക്കെയുള്ള എല്ലാവരുടെയും പിന്നെ ഈ ഓരോ ബുക്കിങ്ങും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അജ്രക്ക് പ്രിൻറ്റിൽ വരുന്ന സാരി ബ്ലൗസ് എല്ലാവർക്കും അറിയായിരിക്കും. നല്ലൊരു ലുക്കാണ് അല്ലേ, നല്ല ഗ്രാൻഡ് ലുക്കാണ്. നല്ല കേരള സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് സാരി ബ്ലൗസ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. ഒരു മീറ്ററിന് തന്നെ 200 സംതിങ് അല്ലെങ്കിൽ 174 അങ്ങനെയൊക്കെയാണ് നമ്മുടെ അജ്രക്ക് പ്രിൻറ്റുകൾക്കൊക്കെ ഉള്ളത്. അജ്രക്കായാലും കലങ്കാരി ആയാലും അതുപോലെ നമ്മുടെ കാന്ത വർക്ക്, ഇതൊക്കെ നല്ല ഗ്രാൻഡായിട്ടുള്ള ഓരോ പ്രിൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്ത് പോകുന്ന പ്രിൻറ്റുകൾ ഇതൊക്കെ തന്നെയാണ്. അതും നമ്മുടെ സെറ്റ് സാരിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടായിരിക്കും ഈ ഒരു പ്രിൻറ്റുകളിലൊക്കെ വരുന്ന ബ്ലൗസുകൾ ഇടുകയെന്നുണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള പ്രിൻറ്റുകളിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇനിയിപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വേണമെന്ന് പറയുന്നവർക്ക് ലൈറ്റ് ഷെയ്ഡിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ കോഡ് സെറ്റ് അടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കോഡ് സെറ്റിനെ പറ്റിയ മെറ്റീരിയൽസാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പ്രിൻറ്റുകളും സെറ്റ് സാരിക്ക് ബ്ലൗസായിട്ട് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനുകളും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് ഓരോ മെറ്റീരിയലും. അപ്പോൾ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു ബിറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം. അതായത് വീട്ടിൽ തന്നെ എല്ലാവർക്കും ഓണമൊക്കെ ആയിട്ട് നമുക്ക് ഒരേ മോഡൽ പ്രിൻറ്റിലുള്ള ബ്ലൗസുകളൊക്കെ ഒരു 2 ബിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും. അതായത് നമ്മുടെ അജ്രക്കിൻ്റെ ബിറ്റ് വരുന്നത് 3 മീറ്ററാണ്. ഈ നമ്മുടെ എല്ലാ ബിറ്റുകളും ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വരുന്നത് 3 മീറ്ററിൻ്റെ കട്ടായിട്ടാണ്. 290 വന്ന് നിൽക്കും. അതായത് 290ൻ്റെ ബിറ്റുകളെല്ലാം 3 മീറ്ററിൻ്റെ ബിറ്റുകൾ ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. 3 മീറ്റർ കട്ടായിട്ട് വളരെ അപൂർവം നമുക്ക് കിട്ടാറുള്ളൂ. 3 മീറ്റർ എന്ന് പറഞ്ഞു വരുന്ന ഓരോ ബിറ്റും 290 കാണുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ണം കുറഞ്ഞവർക്കും സ്ലീവ്ലെസ് ഒക്കെ ആയിട്ട് അടിക്കാവുന്ന, ഇപ്പോൾ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനൊക്കെയാണ് അവരുടെ ഓണം സെലിബ്രേഷനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻറ്റുകളൊക്കെ യൂസ് ചെയ്ത് അവർക്ക് ബ്ലൗസ് അടിക്കാം. എപ്പോഴും നമ്മൾ സാരി ഉടുത്ത് നടക്കുന്നൊന്നുമില്ല. നമ്മൾ ഈ ഇതുപോലെ ഫംഗ്ഷനുകൾക്ക് മാത്രമേ സാരി ഉടുത്ത് നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒത്തിരി പോവാത്ത രീതിയിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഈ കാണുന്ന പ്രിൻ്റെല്ലാം നമുക്ക് സാരി ബ്ലൗസ് അടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കേരള സാരിക്കൊക്കെ കുറച്ചുകൂടി ഗ്രാൻഡ് ലുക്കായിരിക്കും ഈ ഒരു സാരി. ഇപ്പോൾ 3/4 ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആയിട്ടോ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് അടിച്ചിടാവുന്ന രീതിയിലാണ് കേട്ടോ. വീനെക്ക് അടിക്കാം, അതുപോലെ ബോട്ടിനെക്ക് അടിക്കാം. അപ്പോൾ നമുക്കൊരു മാക്സി ബിറ്റാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകൾ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നല്ല നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റുകളാണ് ഓരോന്നും വരുന്നത്. അപ്പോൾ ഈ പ്രിൻറ്റുകളിൽ വന്നിട്ടുള്ള മാറ്റം കാരണം നമുക്ക് ഇതെല്ലാം മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ
നല്ല ബാട്ടിക് ഡിസൈന് പോലെ നമുക്ക് തോന്നിക്കുന്ന ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ലൈറ്റ് ഷെയ്ഡിലുമാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ഷെയ്ഡ് ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ വിളിക്കാറുണ്ട് കേട്ടോ. ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിതേ കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന്, പിന്നെ റീറ്റെയിലുകാർ ആണ് എനിക്ക് കൂടുതലും എന്നെ കോൺടാക്റ്റ് ചെയ്യാറുള്ള. ഒന്ന് റീറ്റെയിൽ പ്രൈസ് ഒന്ന് നിങ്ങൾ ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതാണ് പറയണത്. നമുക്ക് റീറ്റെയിൽ പ്രൈസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ എന്തായാലും ഇന്ന് റീറ്റെയിൽ പ്രൈസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല നല്ല അടിപൊളി പ്രിൻറ്റുകളിലാണ് വന്നിട്ടുള്ളത്. പിന്നെ റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും ഞാൻ നോട്ട് ചെയ്ത് വെക്കുക, ഹോൾസെയിൽ പ്രൈസ് അല്ല. ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നേരിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്കെല്ലാം അറിയാമല്ലോ ഹോൾസെയിൽ റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും 100 എണ്ണം 200 എണ്ണം 300 എണ്ണമൊക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഷോപ്പിൽ പോവുക. ഷോപ്പിൽ പോയിട്ട് നമ്മൾ കണ്ട് നമ്മൾ തൊട്ടറിഞ്ഞ് എടുക്കുന്ന അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടില്ല ഒരിക്കലും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാക്സിമം 100 എണ്ണം 200 എണ്ണമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പുകളിൽ തന്നെ പോവുക. പിന്നെ ഓൺലൈന് എപ്പോഴും നമ്മൾ മാക്സിമം നല്ലത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഓരോ ക്വാളിറ്റിയും ആ ക്വാളിറ്റിയിലുള്ളത് ഓരോ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസും പല പല ക്വാളിറ്റിയിലാണ് നമുക്ക്. ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി തന്നെ, പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് പഴയ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്ന ഇതായിരിക്കില്ല നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഓരോ ബ്രാൻഡും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ DCMൻ്റെ കാര്യത്തിൽ കുറേ പേര് ഇപ്പോൾ അത് ആ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ബ്രാൻഡും നമ്മൾ ഇനിയിപ്പോൾ ചിലപ്പോൾ DCM മോശമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ വേറൊരു ബ്രാൻഡ് കുറച്ചുകൂടി നല്ലത് ഏതാണോ അത് പിടിക്കും. അങ്ങനെയാണ് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് DCM അല്ലാതെ, DCM വേണ്ട എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ DCM അല്ലാത്ത അച്ചരക്കിൽ വരുന്ന പ്രിൻറ്റുകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും ഒക്കെ എടുത്തിട്ടുള്ളത്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല അജ്രക്കിൻ്റെ നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ. ഓണത്തിന് സാരി ബ്ലൗസൊക്കെ അടിക്കാൻ പറ്റുന്ന പ്രിൻ്റാണ്. നല്ല ലുക്കായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. ഇതിൻ്റെ 3 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളൂ. ഒരു കോഫി ബ്രൗണ്, പിന്നെ ഒരു മെറൂണ്, പിന്നെ ബ്ലാക്കുമാണ് വന്നിട്ടുള്ളത്. പിന്നെ കറുത്ത നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂവിലുണ്ട്, ബ്ലാക്കിലും ഉണ്ട്. അത് അജ്രക്ക് വരുന്നത് ഈ 3 ഷെയ്ഡിലേ വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതും ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതിൽ ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നല്ല വയലറ്റ് കളറാണ്, നല്ല ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടി ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ഗ്രൂപ്പിൽ കുറേ പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആഡ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സാവകാശം ഞാൻ ഓരോരുത്തരെ ആഡ് ചെയ്യാം. പിന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ മെസ്സേജിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അതിൽ ജോയിൻ ചെയ്താൽ മതി. നല്ല കലങ്കാരിയിൽ വരുന്ന ഡിസൈനാണ് കേട്ടോ ഇതെല്ലാം നല്ല എന്താ പറയുക, ഇതൊക്കെ സാരി ബ്ലൗസായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. വീനക്കൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ബോട്ടിനൊക്കെ കൊടുത്താലുണ്ടല്ലോ നല്ല ലുക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ പ്രിൻറ്റിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 2-3 പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇത്തിരി പ്രീ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് കുറച്ചധികം സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. പിന്നീടുള്ള ഡിസൈൻ ഉള്ളത് നമുക്ക് ഏതായാലും ഇപ്പോൾ തരാട്ടോ. ഇനി സെയിം ഡിസൈൻ തന്നെ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നോക്കാം. നമ്മളിതിന് മുന്നേ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കോഡ് സെറ്റിനും ലോങ് കുർത്തിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് വരുത്താനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുവരാം കേട്ടോ. ഇതൊക്കെ നല്ല സൂപ്പർ പിന്നെ നല്ല അടിപൊളി ഇതാണ് കേട്ടോ, പ്രിൻ്റാണ് കേട്ടോ. നല്ല പ്രിൻ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം എല്ലാവരോടും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിലേ ആണ് എങ്കിലും നമുക്ക് പോസ്റ്റിനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. ചിലപ്പോൾ ഡോർ ടു ഡോർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മഴയായതുകൊണ്ടൊക്കെ
എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് വൈകുവാണെങ്കിലും നമുക്ക് എന്തായാലും അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ഇത്തിരി വൈകുവാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് അവർ പറയണത്. ഒരു കാരണവശാലും നിങ്ങളുടെ ലഗേജ് ഒന്നും വൈകിയാലും നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുമെന്നുള്ളതാണ് അവർ പറയണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്. കുറച്ച് പെൻഡിങ്ങിലാണ്. അപ്പോൾ അതെന്തായാലും കിട്ടാനായിട്ട് നമ്മൾ പരമാവധി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ തിരക്കാണ്, ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഐറ്റംസ് നമ്മൾ അയക്കാനായിട്ട് നമ്മൾ അവിടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതവർക്ക് ഡിലേ ആയി പോവാണ്. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അവർ കഴിഞ്ഞിട്ടാണ് അവർ അയക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്ക് അത്രയും കൂമ്പാരം കൂടി കിടക്കുകയാണെന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും കൂടുതൽ ഇത് പ്രൊഡക്റ്റ് അയക്കാനുള്ളത് കൊണ്ട് അവർക്ക് ഇത്തിരി എല്ലാം മൊത്തത്തിൽ ഡിലേ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.